ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പല കോലത്തിലുള്ള യാത്രകൾ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇന്നൊരു യാത്ര തുടങ്ങുന്നുണ്ട്. അതെ, LDFന്റെ വികസന മുന്നേറ്റ ജാഥകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ മറ്റന്നാളും ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ വെള്ളിയാഴ്ചയും ആരംഭിക്കും. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം. അസ്ലം, ഗുഡ് മോർണിംഗ്. അസ്ലം, അവിടെ കുമ്പളയിലാണുള്ളത്. അപ്പോൾ എത്ര വലിയ ആവേശവും അവിടെ പാർട്ടി അണികൾക്കിടയിലുണ്ട്, എത്ര വലിയ തയ്യാറെടുപ്പ് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്? സ്വാഭാവികമായും ഒരു ഇലക്ഷൻ്റെ മുന്നോടിയായി പലതരത്തിലുള്ള പ്രതിരോധത്തിൽ പാർട്ടി ആ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ അതിനൊക്കെ മറികടക്കുന്ന രീതിയിലായിരിക്കുമോ ഈ ജാഥ കടന്നു പോകുന്നത്? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF അവരുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും വികസന പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്യുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്കാണ് ഇന്ന് കുമ്പളയിൽ തുടക്കമാകുന്നത്. 3 ജാഥകളായിട്ടാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ ഇന്നിവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രണ്ടാമത്തൊരു ജാഥ, തെക്കൻ മേഖലാ ജാഥ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്നതാണ്. അത് 3-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊന്ന് മധ്യമേഖലാ ജാഥ, ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ 6-ാം തീയതി ഉദ്ഘാടനം. ഈ 3 ജാഥകളിലൂടെ എല്ലാ മണ്ഡലങ്ങളും 140 മണ്ഡലങ്ങളും കവർ ചെയ്യുകയും ഈ 140 മണ്ഡലങ്ങളിലും LDF സർക്കാർ 10 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾ വിശദീകരിക്കുകയും UDF-നെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് കുമ്പളയിലാണ്. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം ഏറ്റവും അവസാനത്തെ ആദ്യത്തെ ഒരു അതിർത്തി മണ്ഡലം എന്ന നിലയിൽ മഞ്ചേശ്വരത്ത് നിന്ന് അവർ തുടങ്ങുന്നത്, കുമ്പളയിലാണ് തുടങ്ങുന്നത്. നമ്മോടൊപ്പം ഷെഫീഖ് നസറുള്ള കൂടി ഉണ്ട്. ഈ കാസർഗോഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുമ്പള, അല്ലെങ്കിൽ ഭാഗം മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ ഈ ജാഥകൾ തുടങ്ങുന്നൊരു സ്ഥലമാണ് അല്ലേ? അപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുമ്പോൾ എല്ലാവരും ജാഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഗോവിന്ദമാഷ വരുന്നുണ്ട്, പിന്നീട് VD സതീശൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ? കാസർഗോഡ് 2 ദിവസങ്ങളിലായിട്ടാണ് LDF-ന്റെ ജാഥ കടന്നു പോകുന്നത്. ഇന്ന് 3 മണിക്ക് മുഖ്യമന്ത്രി ജാഥ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ നുള്ളിപ്പാടിയിൽ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് 2 സ്വീകരണങ്ങളാണ് LDF ജാഥയ്ക്കുള്ളത്. നാളെയാണ് മറ്റ് 3 മണ്ഡലങ്ങളിലും ജാഥയുടെ സ്വീകരണം നടക്കുക. ഉദുമ മണ്ഡലത്തിൽ സ്വീകരണം പെരിയാട്ടെടുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും അതുപോലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലും നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. നാളെ തന്നെ പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ കടക്കും. പയ്യന്നൂരിലാണ് നാളത്തെ സമാപന സമ്മേളനം നടക്കുന്നത്. 2 ദിവസം, ഓരോ ദിവസവും ഒരു 4 മണ്ഡലങ്ങൾ എന്ന സ്വഭാവത്തിലാണ് ഈ ജാഥ കടന്നു പോകുന്നത്. ഈ MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ 60 മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക. തീർച്ചയായിട്ടും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലയിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ്, മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ജാഥ സന്ദർശനം നടത്തുന്നത്. ഒരു ദിവസം 4 എന്ന കണക്കിലാണ് ഈ ജാഥയുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നാളെ 3 മണ്ഡലവും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരടക്കമാണ് നാളെയുള്ള ഒരു പ്രചാരണ പരിപാടികൾ. ശരിക്കും വികസന മുന്നേറ്റ ജാഥ എന്ന് തന്നെയാണ് ഒരു പേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും LDF സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും. മഞ്ചേശ്വരത്ത് നിന്നാണ് തുടങ്ങുന്നത്. മഞ്ചേശ്വരത്ത് അറിയാം, BJP-യും പിന്നെ UDF നല്ല നേരിട്ടുള്ള ഫൈറ്റ് സ്ഥലമാണ്. മാത്രമല്ല SDP മത്സരിക്കുമെന്ന് പറയുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം ഗോവിന്ദമാഷിൻ്റെയും പിന്നെ സംഭാഷണങ്ങൾ വരുമെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ LDF-ന് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്ക് 6 ഗ്രാമപഞ്ചായത്തുകളിലും നിലവിലുണ്ടായിരുന്ന സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് LDF-ന് അവിടെ നിലവിലുണ്ടായിരുന്ന സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. ഒന്ന് കുമ്പള, ഈ നമ്മൾ നിൽക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് നേരത്തെ 4 വാർഡുകൾ ഉണ്ടായിരുന്നു. 4 വാർഡ് നിലനിർത്തി. അതോടൊപ്പം തന്നെ യന്മകജയ പഞ്ചായത്തിൽ 3 വാർഡുകൾ ഉണ്ടായിരുന്നു, 3ഉം നിലനിർത്തി. മറ്റ് മഞ്ചേശ്വരത്ത് അവർക്ക് 4 എണ്ണം ഉണ്ടായിരുന്നത് ഇത്തവണ ഒരു സീറ്റും നേടാൻ കഴിഞ്ഞില്ല. മീഞ്ചയിലാണെങ്കിലും ബോർക്കാടിയിലാണെങ്കിലും മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും LDF-ന് അവരുടെ വാർഡുകൾ കുറഞ്ഞു. അതോടൊപ്പം BJP-ക്കും വാർഡ് കുറഞ്ഞു. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF-ന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ വികസന മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ വികസനമില്ലായ്മയൊക്കെ ഒരു സജീവ ചർച്ചയായിരിക്കും. അതിനുള്ള ഒരു മറുപടിയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും കാസർഗോഡ് മെഡിക്കൽ കോളേജ് തറക്കൽ
തറക്കല്ലിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇവിടെ ആരംഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് തുടങ്ങി അതിൻ്റെ അക്കാഡമിക് ബ്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ്. അവിടെയാണ് ബോർഡ് മാറ്റിയിട്ടുള്ളത്. നേരത്തെ അത് താലൂക്ക് ആശുപത്രിയായിരുന്നു, അത് ബോർഡ് മാറ്റി ഇപ്പോൾ ജനറൽ ആശുപത്രി ആയിരുന്നു. ജനറൽ ആശുപത്രി അവിടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെച്ചു. കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി ബ്ലോക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ അതിൻ്റെ നിർമ്മാണം കാട് കയറി കിടക്കുന്നുണ്ട്. അത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി UDF-ഉം അതോടൊപ്പം തന്നെ BJP-യും ഒക്കെ കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമാണ്. ആ ഘട്ടത്തിൽ തീർച്ചയായും ഇവിടുന്ന് അതിനുള്ള ഒരു മറുപടി ഈ ബജറ്റിലും കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ആവശ്യമായ തുക വകയിരുത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ശരി, തീർച്ചയായും. അതായത് നിരവധി വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ പോലും കാസർഗോഡും തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മുഖ്യമന്ത്രിക്കും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. വികസനം സ്വാഭാവികമായിട്ടും 10 വർഷമായി LDF സർക്കാർ ചെയ്ത വികസനങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ തന്നെയായിരിക്കും പ്രധാനം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം UDF-നെ സംബന്ധിച്ചോളം UDF-നും BJP ഇവിടെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും BJP ഇവിടെ പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJP-ക്കെതിരായ ഒരു ആക്രമണം സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യത. അതോടൊപ്പം തന്നെ UDF-ന്റെ സംസ്ഥാന വ്യാപകമായി തന്നെ രാഷ്ട്രീയ പ്രത്യേകിച്ച് UDF നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കൂടെ മറുപടി കൂടിയാണ് ഈ ജാഥ എന്നാണ് ഗോവിന്ദമാഷ് വിശദീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയ അറ്റാക്കിങ്ങിൽ തുടക്കം കൂടിയാവും. കാരണം നമുക്കറിയാം ഈ ജാഥകളാണ്, രാഷ്ട്രീയ ജാഥകളാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ സൂചിപ്പിച്ചതുപോലെ തന്നെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നാണെങ്കിൽ തന്നെയും വികസനം മാത്രമായിരിക്കില്ല യാത്രയിലുടനീളം ചർച്ച അത് മാത്രമല്ല, കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ പയ്യന്നൂർ വഴിയാണ് വരുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലൊക്കെ വലിയ വിശദീകരണം നൽകേണ്ടി വരും. കാരണം കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ഒരു വിഭാഗമൊക്കെ എത്തുന്ന കാഴ്ചകൾ പലയിടത്തും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാര്യമായ അണികളെ ചേർത്ത് നിർത്താൻ തീർച്ചയായും MP ഗോവിന്ദൻ ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണും, എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കും, അതിന് മറുപടി ഉണ്ടാകും, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഈ ജാഥ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. ശരി.